ഇന്നത്തെ റെസിപ്പി ഫ്രൂട്ട്സ് കൊണ്ട് ചെയ്യുന്ന നല്ലൊരു പായസമാണ്. ഇത് കസ്റ്റാർഡ് പൗഡറും പിന്നെ മിൽക്ക് മെയ്ഡും ഒരുപാട് ഫ്രൂട്ട്സ് എല്ലാം ഉപയോഗിച്ച് വളരെ റിച്ച് ആയിട്ടുള്ളൊരു പായസമാണിത്. ഇത് വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും. ഇതിനുള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് വീട്ടിൽ തന്നെ ഉള്ളത് തന്നെയാണ്. ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമെന്ന് നമുക്കൊന്ന് കാണാം. ഇതിന് ആദ്യം തന്നെ വേണ്ടത് നമ്മൾ പാൽപ്പായസത്തിന് എടുക്കുന്ന അരിയാണ്. അത് ഞാനിവിടെ ഒരു അരക്കപ്പ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു ലിറ്റർ പാലാണ്. പിന്നെ വേണ്ടത് കണ്ടൻസ്ഡ് മിൽക്കാണ്. അത് ഇവിടെ ഒരു അരക്കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ ഒരു അരക്കപ്പ് കസ്റ്റാർഡ് പൗഡർ എടുത്തിട്ടുണ്ട്. അത് 1/4 കപ്പ് വരെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ എടുക്കാം. പിന്നെ ഇവിടെ ഒരു അരക്കപ്പ് ഷുഗറാണ് എടുത്തിട്ടുള്ളത്. അത് മിൽക്ക് മെയ്ഡ് ഇതിലേക്ക് ചേർക്കുന്നതുകൊണ്ട് അരക്കപ്പിൻ്റെ ആവശ്യം മാത്രമേ ഇതിലേക്കുള്ളൂ. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഒരു 4 ടേബിൾ സ്പൂൺ ഷുഗർ നമുക്ക് വേറെ ആവശ്യമുണ്ട്. അത് ഫ്രൂട്ട്സ് വഴറ്റുമ്പോൾ അതിലേക്ക് ചേർക്കുവാനാണ്. ഇനി വേണ്ടത് ഒരു 1/4 കപ്പ് നെയ്യാണ്. ഇനി ഇതിലേക്ക് ആവശ്യമുള്ളത് കുറച്ച് ഫ്രൂട്ട്സ് ആണ്. അതിനുവേണ്ടി ഞാനിവിടെ ഒരു ആപ്പിൾ എടുത്തിട്ടുണ്ട്. അത് ചെറുതായി കട്ട് ചെയ്ത് വെക്കണം. അതിൻ്റെ കൂടെ തന്നെ ഒരു പകുതി അനാർ എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഞാനിവിടെ 2 തരം ഗ്രേപ്സ് എടുത്തിട്ടുണ്ട്. ബ്ലാക്കും ഉണ്ട് ഗ്രീനും ഉണ്ട്. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്താൽ മതി. പിന്നെ ഇതിലേക്ക് ഞാൻ 2 പഴം എടുത്തിട്ടുണ്ട്. ഏതെങ്കിലും ചെറിയ 2 പഴം എടുത്താൽ മതി. പിന്നെയുള്ളത് സാധാരണ നമ്മൾ പായസത്തിൽ ചേർക്കുന്നത് പോലെ തന്നെ റൈസിൻസും കാഷ്യൂസാണ്. അത് എത്ര ഇഷ്ടം എന്ന് വെച്ചാൽ അതിനനുസരിച്ച് എടുത്താൽ മതി. ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ആദ്യം തന്നെ നോക്കാം. അതിന് ആദ്യമായി വേണ്ടത് ഒരു 2.5 കപ്പ് വെള്ളം. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഈ അരക്കപ്പ് അരി ഇട്ടതിന് ശേഷം അത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. അതിനുശേഷം വേണം നമുക്ക് മറ്റുള്ളതെല്ലാം ചെയ്യാൻ. അതിന് മുന്നേ തന്നെ നമുക്ക് ഒരു നോൺ സ്റ്റിക്ക് കടായിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള എല്ലാ ഫ്രൂട്ട്സും ഒരു 4 ടേബിൾ സ്പൂൺ ഷുഗർ കൂടി ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. ഇത് വേവിച്ചെടുക്കുമ്പോൾ ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കാൻ പാടില്ല. അല്ലാതെ തന്നെ ഇത് നന്നായിട്ട് വെന്ത് കിട്ടും. പിന്നെ ആവശ്യത്തിനുള്ള നെയ്യ് നോക്കി പിന്നെ ഒഴിച്ചു കൊടുത്താൽ മതി. ഇത് കുറച്ച് സമയം വെന്തതിന് ശേഷം പിന്നെ ഒന്ന് മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കുക. ഇപ്പം നമ്മൾ വേവാൻ വെച്ചിട്ടുള്ള അരി നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ആദ്യം തന്നെ ഒരു ലിറ്റർ പാൽ അതൊന്ന് തിളക്കാൻ വെക്കുക. അതിന് മുന്നേ തന്നെ അതിൽ നിന്ന് ഒരു 1/4 കപ്പ് പാൽ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള കസ്റ്റാർഡ് പൗഡറിലേക്ക് ചേർത്ത് അത് ലംസൊന്നും ഇല്ലാതെ നന്നായി ആദ്യം തന്നെ ഒന്ന് കലക്കി. ഇപ്പം നമ്മൾ ഫ്ലെയിമിലേക്ക് വെച്ച പാല് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് വേണം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള അരി ചേർക്കാൻ. അതിന് ശേഷം അത് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കലക്കി വെച്ചിട്ടുള്ള കസ്റ്റാർഡ് പൗഡർ അത് കുറച്ചായി ഒന്ന് ഒഴിച്ചു കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കുക. ഇപ്പോൾ അരിയും നമ്മൾ ചേർത്തിട്ടുള്ള കസ്റ്റാർഡ് പൗഡറും എല്ലാം നന്നായി തന്നെ ലംസൊന്നും ഇല്ലാതെ കലക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മിൽക്ക് മെയ്ഡ് കൂടി ചേർക്കാൻ. ഇത് 3ഉം കൂടി നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. അടിക്ക് പിടിക്കാതെ ഇളക്കി കൊടുക്കണം. മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഇപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച അത്രയും തന്നെ രീതിയിലേക്ക് പായസം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണം നേരത്തെ വഴറ്റി വെച്ചിട്ടുള്ള ഫ്രൂട്ട്സ് ചേർക്കാൻ. അതുകൂടി ചേർത്തതിന് ശേഷം ഈ പായസമായിട്ട് അത് നന്നായിട്ടൊന്ന് യോജിച്ച് വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം നമുക്കിത് ഫ്ലെയിം ഓഫാക്കി സ്റ്റൗവിൽ നിന്ന് മാറ്റി വെക്കാം. ഇനി സാധാരണ നമ്മൾ പായസത്തെ ചെയ്യുന്നത് പോലെ തന്നെ കുറച്ച് നെയ്യിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള റൈസിൻസും കാഷ്യൂസെല്ലാം ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഈ പായസത്തിലേക്ക് ചേർക്കുക. അങ്ങനെ നല്ലൊരു ഫ്രൂട്ട്സ് പായസം റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ പാകം നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ലൂസാക്കുകയോ അല്ലെങ്കിൽ കുറച്ചുകൂടി കട്ടിയാക്കുകയോ അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്താൽ മതി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലേക്ക് കൂടി അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നല്ലൊരു റെസിപ്പിയായി അടുത്ത വീഡിയോയിലേക്ക് കൂടി കാണാം.